പ്രിയമുള്ള സ്നേഹിത, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപഴകലിൻ്റെ നന്മയെ തിരിച്ചറിയുന്നതാണ്. നമ്മൾ ഏലിയാ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എങ്ങനെയാണ് പ്രവാചകനോട് ഇടപെട്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒരു തീയിലൂടെയല്ല, ഒരു കൊടുംകാറ്റിലല്ല, ഒരു ഭൂകമ്പത്തിലല്ല, ഒരു മൃദുസ്വരത്തിൽ കർത്താവ് ഏലിയാവിനോട് സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ ഈ ഇടപഴകൽ കാണുന്നത്. ഇന്ന് ദൈവം നമ്മളുടെ ജീവിതത്തിൽ വളരെ ശാന്തമായി ഇടപഴകുന്നതിന് ഉദാഹരണങ്ങളായ ചില ജീവിതങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് കാണുകയാണ്. നിങ്ങളൊപ്പം സഞ്ചരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപഴകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനാകും. ശൗൽ രാജാവിനെ കുറിച്ച് 1 ശമൂവേൽ 15:17 പറയുന്നത്, നിൻ്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഉയർത്തി എന്നാണ്. ശൗൽ രാജാവ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്നു. ഇസ്രായേൽ ജനത്തിന് അതുവരെ ന്യായാധിപന്മാരാണ് ഭരിച്ചിരുന്നത്. എന്നാൽ മറ്റ് രാഷ്ട്രങ്ങളെ പോലെ ഇസ്രായേലിന് ഒരു രാജാവ് വേണം എന്ന് ജനം ആഗ്രഹിച്ചപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്, വളരെ സാധാരണക്കാരായ മനുഷ്യൻ. എന്നാൽ ദൈവം അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ദൈവം അദ്ദേഹത്തെ രാജാവായി ഉയർത്തി. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ താഴ്മയുള്ളവരാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ, ചില ആളുകളൊക്കെ ഉണ്ട് മേനി നടിക്കുന്നവരാണ്, ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് നടിക്കുന്നവരാണ്, ഇല്ലാത്ത കഴിവ് ഉണ്ട് എന്ന് നടിക്കുന്നവരാണ്, ഇല്ലാത്ത സ്റ്റേറ്റസ് ഉണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കുന്ന പല മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കാൻ മനസ്സുള്ളവരാണ്. നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് സമ്മതിക്കാനും കഴിയണം. ഇതാണ് എൻ്റെ അവസ്ഥ, ഞാനിതാണ്. അങ്ങനെ നമ്മൾ സമ്മതിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക. ശൗൽ വളരെ സാധാരണക്കാരനാണ്, കാഴ്ചകൾ ചെറിയവനാണ്. കർത്താവ് നീ കാഴ്ചകൾ വലിയവനാണോ ചെറിയവനാണോ എന്ന് നോക്കുന്നില്ല. പക്ഷേ താഴ്മയുള്ളവർക്ക്, വിനയമുള്ളവർക്ക്, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുന്നവർക്ക്, അതായത് മറ്റാരുമല്ല എൻ്റെ ജീവിതത്തെ ഞാൻ നിയന്ത്രിക്കും, ഞാൻ തീരുമാനിക്കും എന്ന് വിചാരിച്ച് ദൈവേഷ്ടത്തിന് ഇടം കൊടുക്കാതിരുന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപഴകാൻ പറ്റില്ല. അതല്ല, നമ്മൾ ദൈവത്തിന് ജീവിതത്തിൽ ഇടപഴകാൻ അവസരം കൊടുക്കുകയും നമ്മൾ എത്ര ചെറിയവനായാലും ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിൽ നമ്മുടെ ശക്തി പ്രകടനത്തിൻ്റെ ആവശ്യമില്ല. കൊടുങ്കാറ്റും തീയും ഭൂകമ്പവും ഒന്നുമില്ലെങ്കിലും ശാന്തമായി ദൈവം നമ്മളെ ഉപയോഗിക്കും. ശൗൽ രാജാവിനെ ഇസ്രായേലിന് രാജാവായി ഉപയോഗിച്ചതുപോലെ. ഗിദെയോൻ, അദ്ദേഹത്തിൻ്റെ തുടക്കവും അങ്ങനെയാണ്. മറ്റൊരു കഥാപാത്രം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം, മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമാകുന്നു എന്ന് ഗിദെയോൻ പറയുകയാണ്. മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമാകുന്നു. മനശ്ശ ദൈവത്തോട് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് വലിയ കുടുംബത്തിൻ്റെ ആളുകളാവുക, വലിയ പണമുള്ള കുടുംബത്തിൻ്റെ ആളുകളാവുക, ഒത്തിരി സമ്പത്തുള്ള, എങ്കിലേ എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ, എനിക്ക് എന്തെങ്കിലും ആയിത്തീരാൻ പറ്റൂ, ഞാൻ ആ കുലത്തിൽ പെടാത്തത് കൊണ്ട് അഭിമാനമുള്ള അല്ലെങ്കിൽ
സമൂഹം ഉന്നതമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാത്ത ആളായതുകൊണ്ട് ഞാൻ ചെറിയവനാണ്, ദൈവം എന്നെ ഉപയോഗിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഗിദെയോൻ ഭാവിക്കേണ്ടതിന് മേൽ ഭാവിച്ചുയരാതെ ഗിദെയോൻ ദൈവത്തിന് മുന്നിൽ സ്വയം സമ്മതിക്കുന്നു, കർത്താവേ, മനശ്ശയിൽ എൻ്റെ കുലം, എൻ്റെ കുടുംബം വളരെ ചെറുതാണ്, എളിയതാണ്. ഇനി അത് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാനും ഏറ്റവും ചെറിയവനാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. ചിലരൊക്കെ നേഴ്സുമാരുണ്ട്, ചിലരൊക്കെ ഗൾഫിൽ പോയവരുണ്ട്, ചിലരൊക്കെ അമേരിക്കയിൽ പോയവരുണ്ട്, ചിലരൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ മറക്കാതെ കൃത്യമായി ചെയ്യും, കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യും. അവർ ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്ത കാര്യം. നമുക്കിതൊന്നുമില്ല. എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. എൻ്റെ സ്വന്തം കുടുംബത്തിൽ, എൻ്റെ മനശ്ശയുടെ കുടുംബത്തിൽ ഞാൻ എളിയവനാണ് എന്ന് സമ്മതിക്കുന്ന ഗിദെയോനെ ദൈവം എത്രമാത്രം ശക്തമായി ഉപയോഗിച്ചു. ഏകദേശം 30,000 പേര് അദ്ദേഹത്തിൻ്റെ കൂടെ യുദ്ധത്തിന് വന്നു കർത്താവ്. പക്ഷേ ഗിദെയോനെ വെറും 300 അധികം പടയാളികളെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുവാൻ ഗിദെയോനെ ദൈവം ശക്തമാക്കി. നമ്മുടെ ശക്തി പ്രകടനത്തിലും കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും തീയിലുമൊന്നുമല്ല നമ്മുടെ ജീവിതം കരുപ്പിടിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ ജീവിതം പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപഴകും എന്നുള്ളതാണ്. നോക്കൂ, ദാവീദും ഗോലിയാത്തിനെക്കുറിച്ച് 1 ശമൂവേൽ 17:45, നീ വാളും കുന്തവുമായി എൻ്റെ നേരെ വരാൻ ഞാൻ എന്താണോ, നായയാണോ എന്നാണ് ചോദിക്കുന്നത്. ഗോലിയാത്ത് ദാവീദിനോട് ചോദിക്കുന്നത് അങ്ങനെയാണ്. വാളും കുന്തവും ഒന്നുമില്ലാതെ വെറും 5 കല്ലും ഒരു വടിയും ഒരു കവിണയും ആയിട്ട്, പടച്ചട്ടയൊന്നുമില്ലാതെ അജാനുബാഹുവായ ഗോലിയാത്തിൻ്റെ മുന്നിലേക്ക് നടന്നു പോകുന്ന ദാവീദ് സ്വയം സമ്മതിക്കുകയാണ്, എനിക്ക് ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണ്, ഞാൻ യഹോവയുടെ കയ്യിലാണ്. യഹോവയാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത്. ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനോ നിൻ്റെ അടുത്തേക്ക് വരുന്നത് യഹോവയുടെ ശക്തിയിലാണ്. ദൈവം എന്നെ അയക്കുന്നത് കൊണ്ടാണ് ഞാൻ ശക്തിമാനായിത്തീരുന്നത്, ഞാൻ ഉപയോഗമുള്ളവനായിത്തീരുന്നത്. ദൈവം എന്നെ അയക്കുമ്പോഴാണ്, ദൈവം എന്നെ ഉപയോഗിക്കുമ്പോഴാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എന്തെങ്കിലും യോഗ്യതയുള്ളവനായിത്തീരുന്നത് എൻ്റെ സ്വന്തം ശക്തിയോ എൻ്റെ കഴിവുകൊണ്ടോ അല്ല. ദൈവം എന്നെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ശക്തിമാനാണ്. ദൈവം എന്നെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഉപയോഗപ്പെടുന്നവനായിത്തീരും. ഗോലിയാത്തിനെ പോലെയുള്ള മഹാമല്ലന്മാരെ, ജെയിൻറ്റുകളെ ഇല്ലാതെയാക്കുവാൻ, അല്ലെങ്കിൽ അവരെക്കാൾ നന്മയുള്ളവരായിത്തീരാൻ, അവരെക്കാൾ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നവരായിത്തീരാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഞാനോ യഹോവയുടെ നാമത്തിൽ വരുന്നു. മനശ്ശയിൽ എൻ്റെ കുടുംബം ചെറുതാണ്, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. ശൗൽ ഏറ്റവും ചെറിയവനായിരുന്നു. പക്ഷെ ദൈവം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശക്തിയുള്ളവനായിത്തീരും. ദൈവം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരായിത്തീരും. ദൈവത്താൽ ഉപയോഗപ്പെടാൻ, അവൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും സ്നേഹത്തിനും നമ്മൾ സ്വയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയും, കർത്താവേ, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല, ഈ സ്നേഹം കിട്ടാൻ ഞാൻ യോഗ്യനല്ല, ഈ കരുതൽ കിട്ടാൻ ഞാൻ യോഗ്യനല്ല. നീ എൻ്റെ ജീവിതത്തെ ഉപയോഗിക്കേണ്ടതിന് നന്ദി എന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയും. ശൗൽ പൗലോസായി മാറിയതും ഇതേപോലെ തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 9-ാം വാക്യം,
ശൗൽ പരിശുദ്ധാത്മപൂർണനായി എന്ന് പറയുകയാണ്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൽ വിശ്വസിച്ചവരെ കൊല്ലാനായിട്ട് അധികാരപത്രവും വാങ്ങിപ്പോയ ആളാണ് ശൗൽ. അയാൾ യഹൂദ മതത്തിൻ്റെ കഠിനനായ യോദ്ധാവായിരുന്നു. തൻ്റെ മതത്തെയും തൻ്റെ വിശ്വാസത്തെയും സംരക്ഷിക്കാൻ ഏറ്റവും ശക്തമായി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ദമസ്കസിലേക്കുള്ള വഴിയിൽ കർത്താവ് അവനെ പിടിക്കുമ്പോൾ ചോദിക്കുന്നു, നീ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടിയുണ്ട് ശൗലിനോട്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി സമ്മതിക്കുന്ന ശൗൽ പൗലോസ് അപ്പോസ്തലനായി മാറുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിലെ 13 പുസ്തകങ്ങൾ എഴുതുന്ന യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ താത്വികമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല വക്താവായി മാറുകയാണ് പൗലോസ് അപ്പോസ്തലൻ പിൽക്കാലത്ത്. അപ്പോൾ ഈ കാലത്ത് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠം, നമ്മൾ ശക്തിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ശക്തി പ്രകടനങ്ങൾ? എൻ്റെ ശക്തി കാണിക്കാൻ ആൾക്കൂട്ടത്തിൻ്റെ ശക്തി, പണത്തിൻ്റെ ശക്തി, സമ്പത്തിൻ്റെ ശക്തി, ടെക്നോളജിയുടെ ശക്തി, ഇതൊക്കെ ഉപയോഗിച്ച് ഞാൻ എന്തോ ആണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ ആളുകൾ വ്യഗ്രതപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ശക്തിക്ക് പകരമായി മറ്റൊന്നില്ല എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ, ശക്തിക്ക് ശക്തി തന്നെ വേണം, ശക്തിക്ക് പകരം വേറൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അസാധ്യമായതിനെ ശാസ്ത്രം നേടിയെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രം അതിൻ്റെ ശക്തി കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ദാനിയേൽ 12:4 പറയുന്നു, അന്ത്യകാലത്ത് പലരും അതിനെ പരിശോധിക്കും, ജ്ഞാനവർദ്ധനവ് കിട്ടും. അന്ത്യകാലത്ത് പലരും ജ്ഞാനവർദ്ധനവുണ്ടാക്കി ശക്തി പ്രകടനം കാണിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അടുക്കളയിലും ധാന്യപ്പുരയിലും പണിപ്പുരയിലും എല്ലാം ശക്തി പ്രകടനങ്ങളാണ്, സ്മാർട്ട് വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഇന്നത്തെ പോലെ അസ്വസ്ഥമായ മത്സരം കൊണ്ട്, മത്സര ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ട് നേടാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ, സൂര്യനിലും ചന്ദ്രനിലും അതിശക്തം നേടാനായിട്ട് മനുഷ്യർ പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നു കൊടുങ്കാറ്റിലും തീയിലും അഗ്നിയിലുമാണ്, ശക്തി പ്രകടനത്തിലാണ് ദൈവം ഇടപഴകുന്നത് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് പറയുന്നു, നീ നക്ഷത്രങ്ങളിൽ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് ചോദിച്ച് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. മത്തായി 21:25-26. കാലം അതിൻ്റെ അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശം അതിൻ്റെ ശക്തി ചോർന്നു പോകുന്നതായി തോന്നും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. ആകാശം അതിൻ്റെ ശക്തി, പ്രകൃതി അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. ഇതാ നിൻ്റെ അവസാനം 1 മണിക്കൂറുകൾ കൊണ്ടുവന്നല്ലോ. മനുഷ്യൻ വലുതെന്ന് വിചാരിക്കുന്ന ശക്തികൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ ഒരു അടയാളം കൂടെയാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ശക്തി പ്രകടനങ്ങൾ നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ മേന്മ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ഗുണം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആയിത്തീരാമെന്ന് വിചാരിക്കരുത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ആയിത്തീരുന്നെങ്കിൽ അത് കർത്താവിൻ്റെ കരത്തിലാണ്, കർത്താവിൻ്റെ ശക്തിയിലാണ്. സൈന്യത്താലും ശക്തിയാലുമല്ല, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാലത്തെ, കൃപയാലത്രേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ.
ക്രിസ്തുവിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കാൻ കഴിയുന്നവർ, യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഉപയോഗപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൈകളാൽ ഉപയോഗപ്പെടുത്തപ്പെടണം. മനുഷ്യ മനസ്സുകളിൽ പിരിമുറുക്കം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ, മനുഷ്യൻ്റെ ജീവിതം അസ്ഥിരമായ ഈ കാലഘട്ടത്തിൽ ശാന്തമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ താണിരുന്ന് താഴ്മയുള്ളവനായി, വിനയമുള്ളവരായി കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കണം. കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ കളിമൺ പാത്രത്തിന് യാതൊരു അവകാശവുമില്ല. ഞാൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയാണ്. കളിമണ്ണുണ്ടാക്കുന്ന ആ കുശവൻ ആ പാത്രത്തിനെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവൻ്റെ ഇഷ്ടമനുസരിച്ചാവുന്നില്ലെങ്കിൽ ഉടച്ചു വാർക്കാൻ അനുവാദം കൊടുത്താൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏറ്റവും മനോഹരമായ പാത്രങ്ങളായി മാറും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ശാന്തമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ള് നേരുള്ളതായിത്തീരും. നേരായ വഴിയിൽ നമ്മൾ പോകുന്നവരായിത്തീരും. അത് നമുക്ക് ശാന്തമായിരിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മൾ സ്വയം ചിന്തിക്കാതെ, വ്യാകുലപ്പെടാതെ, വെപ്രാളപ്പെടാതെ നമ്മുടെ ജീവിതത്തെ ശാന്തമായും സമാധാനത്തോടും നയിക്കുവാനും നേരിടാനും സ്വർഗം നമ്മളെ സഹായിക്കും. നോക്കൂ, എങ്ങനെയാണ് നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയുക? ദാനിയേലും കൂട്ടരും ബാബിലോണിൽ അടിമകളായിരുന്ന വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാത്തവരെ മുഴുവൻ കൊന്നു കളയുമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ആഭിചാരകന്മാരും ശുദ്രക്കാരും കൽദയരും അന്നത്തെ ശാസ്ത്രജ്ഞന്മാരുമെല്ലാം അവരെല്ലാം ഈ സ്വപ്നം വിവരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ കൊല്ലപ്പെടും. ദാനിയേലിനും ഈ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരാളാണ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദാനിയേൽ ശാന്തമായിരുന്നു. കൂടെയുള്ളവർ വന്ന് ചോദിച്ചിരിക്കാം, കേട്ടില്ലേ, രാജാവ് ഒരു മണ്ടൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്. സ്വപ്നം എന്താണെന്ന് അയാൾ മറന്നുപോയിരിക്കുന്നു. സ്വപ്നം പറഞ്ഞാലല്ലേ നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. നമുക്കെങ്ങനെ പറയാൻ പറ്റും? അവർ നമ്മളെയൊക്കെ കൊന്നൊടുക്കാൻ പോവുകയാണ്. നീ എന്താ ഇങ്ങനെ ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്നത്? നിനക്ക് ഭയം തോന്നുന്നില്ലേ എന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു പക്ഷേ ദാനിയേലിനോട് ചോദിച്ചിരിക്കും. പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത്, ജീവിതം ദുസ്സഹമായി തോന്നുന്ന ഈ കാലഘട്ടത്തിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടും സാമ്പത്തിക മാന്ദ്യവും രോഗവും ദുഃഖവും ഒക്കെ കാരണം മനുഷ്യൻ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെങ്ങനെ ശാന്തമായി നമ്മുടെ ജീവിതത്തെ നയിക്കാൻ പറ്റും? അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? വെപ്രാളപ്പെടാതെ. പക്ഷെ കർത്താവ് പറയുന്നു, നീ എൻ്റെ കയ്യിൽ താണിരിക്കുവാണെങ്കിൽ നിൻ്റെ ശക്തി പ്രകടനത്തിലല്ല, കൊടുങ്കാറ്റിലും തീയിലും ഭൂകമ്പത്തിലുമല്ല, മൃദുവായ ശബ്ദത്തിൽ കർത്താവ് നമ്മളുടെ ജീവിതത്തെ എടുത്തുപയോഗിക്കുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് സമാധാനത്തോടെ നമ്മുടെ ജീവിതത്തെ നയിക്കാൻ പറ്റും. ശാന്തമായി പ്രതിസന്ധികളെ നമുക്ക് നേരിടാനാവും. പ്രിയ സ്നേഹിത, അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കരുണ മനസ്സിലാവുക, ദൈവത്തിൻ്റെ നടത്തിപ്പ് മനസ്സിലാകുക, ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല. നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട്, നീ ഇത്രമാത്രം എന്നെ കരുതിയതുകൊണ്ട്, നീ എന്നെ വഴി നടത്തുന്നത് കൊണ്ട്, നിൻ്റെ ശക്തിയാൽ ഞാൻ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് സന്തോഷപൂർണ്ണമാക്കാൻ കഴിയും. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, യഹോവയെ ഇവൻ കാണത്തക്കവണ്ണം കണ്ണു തുറക്കണമേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം മുഖാന്തരം ദൈവത്തിൻ്റെ സംരക്ഷണം തിരിച്ചറിയുവാൻ കഴിയുന്നവരായി നമുക്ക് മാറും. ഗേഹസി എന്ന് പറയുന്ന ആൾ ശത്രു രാജ്യങ്ങൾ ചുറ്റും വളഞ്ഞപ്പോൾ ഭയന്നുപോയി. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അവൻ്റെ കണ്ണു തുറക്കണമേ.
അവൻ്റെ കണ്ണ് തുറക്കുമ്പോൾ അഗ്നിമയമായ രഥങ്ങളിൽ 10,000-കണക്കിന് ദൈവദൂതന്മാർ അവർക്ക് ചുറ്റും കാവലായിരിക്കുന്നത് തിരിച്ചറിയാൻ ഗേഹസിക്ക് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ചുറ്റും ഒരുക്കുന്ന നന്മയുടെ അനുഗ്രഹം, സുരക്ഷിതത്തിൻ്റെ കാവൽ തിരിച്ചറിയാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വേദനിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പതിതരാകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വെപ്രാളപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൃപയുടെ കരുണയുടെ ബാഹുത്വം കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന കരുതലിൻ്റെ കാഴ്ചകൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾക്ക് ധൈര്യമായി ജീവിതത്തെ നേരിടാൻ പറ്റും. ഒരൊറ്റ കാര്യം മാത്രം, കർത്താവേ, എൻ്റെ ശക്തിയിലും കഴിവിലുമല്ല, നിൻ്റെ കൃപയാൽ ഞാൻ ജീവിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. പ്രകൃതിയും ഈ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. സ്വർഗീയ ദൂതന്മാരുടെ യാത്രയും സ്വഭാവവും എന്നും നിശബ്ദമായി നടക്കുന്നുണ്ട്. നോക്കൂ, എന്നും സ്വർഗത്തിലെ ദൂതന്മാർ നമ്മുടെ ശുശ്രൂഷകൾക്കായി നിശബ്ദമായി അവർ ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തി പ്രകടനങ്ങൾ കാണിക്കുന്നില്ല, അവർ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. പക്ഷെ നിശബ്ദമായി നമ്മളെ സേവിക്കുന്ന ശുശ്രൂഷയിൽ ആ കാവൽ മാലാഖമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ദൈവമേൽപ്പിച്ച ദൗത്യം നിശബ്ദമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരാരും ശക്തി പ്രകടനങ്ങൾ കാണിക്കുന്നില്ല. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്തുകൊണ്ട് അവരുടെ ലക്ഷ്യം, അവരുടെ ദൗത്യം അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് തരുന്ന പാഠം, നമ്മൾ നിശബ്ദമായിരിക്കുക, കർത്താവിൻ്റെ കരങ്ങളിൽ താണിരിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കട്ടെ, അവൻ നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. തകർന്ന മനസ്സിനുള്ള അനുഗ്രഹമാണ്, ആശ്വാസമാണ്, കാവലാണ്, സുരക്ഷിതത്വമാണ്, കരുതലാണ് കർത്താവ്. അവൻ്റെ ജീവനെ കൊടുത്തും അവൻ നമ്മളെ സ്നേഹിച്ചു. അവൻ്റെ മക്കളെ ആരെങ്കിലും തൊടുന്നത് അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. അവൻ നമുക്ക് ചുറ്റും കാവലായിരിക്കും. അതുകൊണ്ടാണ് യെശയ്യാവ് 30:15 പറയുന്നത്, മനം തിരിഞ്ഞടങ്ങിയിരിപ്പിൻ. നമുക്ക് ആ കർത്താവിനെ സ്നേഹിക്കാൻ തയ്യാറുണ്ടോ? കാറ്റിലും തീയിലും നമ്മുടെ ശക്തി പ്രകടനത്തിലും കഴിവിലുമല്ല, കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ? കർത്താവിനെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. ആര് നമ്മളെ കളിയാക്കിയാലും, ആര് നമ്മളെ എതിർത്താലും, ആര് നമ്മളെ ഒന്നുമില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കരങ്ങളിൽ അതിശക്തമായി ഉപയോഗപ്പെടുത്താൻ അവൻ്റെ ശക്തിക്ക് കീഴിൽ താണിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മുടെ ശക്തിയിലല്ല, തീയിലും ഭൂകമ്പത്തിലും കൊടുങ്കാറ്റിലുമല്ല, വളരെ താഴ്ന്ന്, വളരെ സ്വാന്തനമായി, വളരെ മാർദ്ദവമായി, വളരെ സ്നേഹത്തിൽ കർത്താവ് നമ്മളോട് ചോദിക്കും. അവൻ നമ്മളെ ഉപയോഗിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവന് നിങ്ങളെ ആവശ്യമാണ്. നിങ്ങൾ അവനെ സമർപ്പിക്കുമെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിൻ്റെ കയ്യിൽ സകലവും സമർപ്പിച്ച് ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ, നീ ഞങ്ങളെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ, കർത്താവേ, ഈ കരുണയ്ക്ക് യോഗ്യനല്ല എന്ന് പറയാൻ ഞങ്ങളെ വിനയമുള്ളവരാക്കി തീർക്കണമേ. നീ ഞങ്ങളെ ഉപയോഗിക്കണമേ, നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം. കർത്താവേ, അതിനായി ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പകർന്നു കൊടുക്കുക. കൂടുതൽ സന്ദേശങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ എവിടെയായി കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.